ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വ്ളോഗ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. സോ 26th ബർത്ത്ഡേ ആണ്. 26 വയസ്സായി എനിക്ക്. ബാക്കിൽ കുറച്ച് 2-3 ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. സേ ഹായ്. ഹായ് പറഞ്ഞേ. ഹായ് പറ. ഫോണിൽ ഹായ് പറ. നമ്മളെ ഫോട്ടോ എടുക്കുന്ന ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ അയച്ചു തന്ന ചുരിദാറാ. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അപ്പോ വെൽക്കം ടു ദിസ് ബർത്ത്ഡേ വ്ളോഗ്. ആൻഡ് ഇത് സമയം ഉച്ചയാണ്. ഇവിടെ ഉച്ചക്കൊക്കെ എല്ലാവരും അമ്പലത്തിൽ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് പോവാന്ന്. എപ്പോഴെങ്കിലും പോയാൽ മതിയല്ലോ, കാരണം 10 മണിക്ക് എണീക്കണത്. അപ്പോ നെക്സ്റ്റ് സ്റ്റോപ്പ് അമ്പലം. ആൾക്കാരൊക്കെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിപ്പെണ്ണുണ്ട് നമ്മളെ കൂടെ അമ്പലത്തിലേക്ക് പോവാൻ. അല്ലേ കുഞ്ഞിപ്പെണ്ണെ? ആ, मंदिर. दिस इज आवर मंदिर. ഒരു മിനിറ്റ്, ചെരുപ്പ് വരട്ടെ ആൻറ്റി. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തിനെ അറിയിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു കാളിമാതാ ടെമ്പിളും ഉണ്ട്. ഇവിടെ പൊതുവെ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തലയിൽ ഷോൾ ഇടും കേട്ടോ. അപ്പൊ നമ്മൾ ഇടാണ്ട് പോയി കഴിഞ്ഞാൽ അവരെ നമ്മളിങ്ങനെ അന്യഗ്രഹ ജീവിനെ പോലെ ഇങ്ങനെ നോക്കും. കൊണ്ട് ഞങ്ങളെപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ ഇടാറുണ്ട്. കാരണം അതാണ് കുറച്ചും കൂടി കൂട്ടത്തിൽ ഒരാളായി നിന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ആൾക്കാർ നോക്കുന്നത് നോക്കിയിട്ട് നമ്മളെ സമയം പോകും. 26 വയസ്സ് കഴിഞ്ഞു. തട്ടും മുട്ടും തടസ്സങ്ങളും ഇല്ലാണ്ട് ഇതുവരെ ചാവാണ്ട് ജീവിപ്പിച്ചതിന് നന്ദിയും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ മന്ദിര വിസിറ്റ് കഴിഞ്ഞു. വയലുണ്ട് വയല് ലഡു. കുഞ്ഞിക്ക് മാത്രം ലഡു കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ പോവാം. ഹലോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഞാൻ പകുതി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ബാക്കി ഇനി ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫൈനൽ കേക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ടപ്പട്ടേ ചെയ്തിട്ട് നമുക്ക് ഇനി സെലിബ്രേഷൻ കാണാം. ആ മന്ദിറിൽ എൻ്റെ കൂടെ വന്നില്ലേ, അപ്പം മാത്രമാണ് അപ്പുനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പു ഫുൾ ബിസി ആയിരുന്നു. നൈറ്റ് നമ്മുടെ ക്വാർട്ടറിൽ ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടി ഉണ്ട്. അപ്പം അതിന് ഫുഡൊക്കെ നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പോയി കളക്ട് ചെയ്യലും അതല്ലാണ്ട് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിക്കലും എല്ലാം എൻ്റെ തലയിലായിരുന്നു. ഞാൻ തന്നെ അപ്പുനോട് പറയായിരുന്നു, വർഷങ്ങൾ കഴിയുന്തോറും ബർത്ത്ഡേ വരെ സ്വന്തമായിട്ട് ആഘോഷിക്കേണ്ട ഗതികേടാണ്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി എല്ലാം കളക്ട് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴത്തേനും എൻ്റെ കേക്ക് സെറ്റായി. അതാണ്ട് എൻ്റെ 26 ബർത്ത്ഡേന്റെ കേക്ക് എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. ഉണ്ടെന്ന് പറയണേ. Happy birthday to you. എത്ര കാലം കഴിഞ്ഞാലും ഞാൻ മറക്കാത്ത എൻ്റെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ആയിരിക്കും കേട്ടോ. ഇത് ഭയങ്കര ഫാൻസി ആയിട്ടോ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടോ ഒന്നുമല്ല നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ചെറിയൊരു പരിപാടിയായിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ആൾക്കാരെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരുന്നു ഞാൻ അപ്പൂന്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ചുറ്റിൽ നിൽക്കുന്ന ഒരാളുടെ പേര് പോലും എനിക്ക് കേട്ട് പരിചയം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചുറ്റിൽ നിന്ന് അത്രയും സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ആൾക്കാരുടെ ലൈഫിലൊക്കെ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫ് ഒരുപാട് മാറി. ഞാൻ വന്നതിന് ശേഷം ഒരുപാട് സന്തോഷം ഉണ്ടായി എന്ന് അവരെന്നെ പറയുന്ന കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ എന്ത് സന്തോഷം എനിക്ക് വേണ്ടത്. ഞാൻ എവിടേക്കോ വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സ് എന്താന്ന് നമ്മുടെ ഇന്റൻഷൻസ് എന്താന്നൊക്കെ നമ്മുടെ യൂണിവേഴ്സിന് അറിയാം. കറക്റ്റ് സമയം നോക്കിയിട്ട് നമ്മുടെ ലൈഫിലെ ബാഡ് എനർജീസിനൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ച് നല്ല മനുഷ്യന്മാരെ ലൈഫ് കൊണ്ടുവന്നിട്ട് ബ്ലഡ് റിലേഷൻസിന്റെ രൂപത്തിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. നല്ലതും ചീത്തയും മനസ്സിലാക്കിയിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ. ഈ ഒരു 26 വയസ്സിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു, ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കുകയും ചെയ്തു. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്തും ഇനി ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഉള്ള സമയത്ത് നല്ല കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവാ. നല്ലതും ചീത്തയൊക്കെ വരും, ചീത്തതങ്ങ് വന്ന് പോട്ടെ, എന്നാലല്ലേ നല്ലത് കിട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടുള്ളൂ. ഞാൻ കഥ നിർത്തി. ഇനി നിങ്ങൾ ഇതിൽ എന്തൊക്കെയാ നടക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടോ. മറ്റേ സജിബോ ഞാൻ അങ്ങോട്ട് വരാം. ഇതിപ്പോ 1-ാം പിറന്നാളിന്റെ ഉള്ളിൽ എല്ലാവരും കാണാലോ. Thank you.
ഇതോളാദ്യം കണ്ടതാ. അതെ അതെ, ഇത് ഞങ്ങളുടെ ശോകമായിരിക്കുകയാണ്. ഞങ്ങള് ഗിഫ്റ്റ് കൊണ്ടുവന്നത് എല്ലാം തല്ലിച്ചു. ഇതിപ്പോ പോയി ഗിഫ്റ്റ് റാപ്പ് ചേച്ചി പെട്ടിയെല്ലാം കണ്ടുപിടിക്കാൻ എവിടെയാ പോയി? ഇത് മറ്റേ വ്ളോഗിൽ വലുതുണ്ടാവും. അയ്യോ ഞാൻ മാത്രം തന്നില്ലാന്ന് പറയുമ്പോ എന്തൊക്കെ പറയാൻ പറ്റാ മതി. അല്ല അത് പറയണ അങ്ങനെ കുളിക്കണ്ട. ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇത്രയും ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത്. രാവിലെ ഞാൻ മന്ദിറിലേക്ക് ഇട്ടത് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന ഡ്രസ്സായിരുന്നു. ഇപ്പൊ ഞാൻ കേക്ക് മുറിക്കുമ്പോൾ ഇട്ടത് അപ്പു വാങ്ങിച്ചു തന്ന ഡ്രസ്സായിരുന്നു. ഓരോ ഗിഫ്റ്റും തരാൻ അവരെടുത്ത എഫേർട്സ് എന്താണെന്നും എനിക്കറിയാം. നല്ല നാട്ടിൽ ലീവ് പോയിരിക്കുകയായിരുന്നേ. അവർ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി അവരുടെ ലീവ് തീരുന്നതിന് മുന്നേ അവർ തിരിച്ചു വന്നു. ആർട്ടിസ്റ്റ് ആണ്, നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. എൻ്റെ അപ്പുവിൻ്റെ നല്ലൊരു ഫോട്ടോ വരഞ്ഞു. ഫൈനലായിട്ട് നമുക്ക് വേറൊരു ചേച്ചിയുണ്ട്. ചേച്ചി എന്നെ കൊണ്ടുപോയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരാനുള്ള പെട്ടിക്ക് കടയായ കടമൊത്തം തെണ്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങളെ പരിപാടി എല്ലാം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി. എല്ലാവരും വീട്ടിൽ പോയി. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 26 വയസ്സ് കഴിഞ്ഞു. പറയാൻ പാടില്ല കുട്ടി. അങ്ങനെയൊന്നുമില്ല. ഹായ് ഗൈസ്, എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ അടുക്കളയിൽ നിറയെ സാധനങ്ങൾ കാണുന്നുണ്ട്. പാവായിരുന്നു. പാവ ഒറ്റയ്ക്ക് കേക്ക് ഉണ്ടാക്കി. അതെ, ഒറ്റയ്ക്ക് വീഡിയോ എടുത്തു. അതെ, ഒറ്റയ്ക്ക് ഫുഡ് മേടിച്ചോണ്ട് വന്നു. ഫുഡ് മേടിച്ചിട്ട് വന്നു. അപ്പു ഇപ്പോ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സെലിബ്രേഷന്റെ ലാസ്റ്റ് നിമിഷങ്ങളിൽ. അപ്പൊ പുറത്തായിരുന്നു. പാവ എൻ്റെ കുഞ്ഞിപ്പെണ്ണെല്ലാം ക്ഷീണിച്ച് ഉറങ്ങി. അങ്കപ്പാപ്പയും കുഞ്ഞിപ്പെണ്ണും അങ്കപ്പാപ്പയും ഉറങ്ങി, കുഞ്ഞിപ്പെണ്ണും ഉറങ്ങി. അങ്കപ്പാപ്പയ്ക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി ഞങ്ങളും ഉറങ്ങാൻ പോവാ. ഞങ്ങളാ പണിയെടുത്ത് മൊത്തം. അങ്കപ്പാപ്പ കളിക്കാൻ പോയതിന്റെ ക്ഷീണമായിരിക്കും. അതെ അതെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനി വേറെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് കാണാം. അപ്പൊ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറിയൊരു മെമ്മറി പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടി വെറുതെ എടുത്തതാണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സേ ബൈ അപ്പു.